ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റ്. നെവിൻ ഷാനവാസിനെ കയറി പിടിച്ചെന്ന് പറയുന്ന ആ ഒരു പ്രശ്നം ഇപ്പോൾ വീണ്ടും ഭയങ്കര കുഴപ്പത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ടാസ്ക് ബിഗ് ബോസ് ഹൗസിൽ നടന്നിരുന്ന് റിയാസ് സലീമും ഗസ്റ്റായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ എല്ലാവരും പെർഫോം ചെയ്യണം. ആ പെർഫോം ഒക്കെ കഴിഞ്ഞതിന് ശേഷം സ്റ്റാർ വിതരണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഷാനവാസിന് നേരത്തെ കൊടുത്തിരുന്ന സ്റ്റാർ തിരികെ വാങ്ങാൻ, അതായത് ഗസ്റ്റായിട്ടുള്ള റിയാസിനെ പല പ്രാവശ്യം ഇൻസൾട്ട് ചെയ്യുകയും മോശമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്റ്റാർ തിരികെ വാങ്ങണമെന്ന് ഗസ്റ്റ് നമ്മളുടെ ലക്ഷ്മിയോട് പറയുന്നു. അതായത് ജി എം ആണ് ലക്ഷ്മി, ജി എമ്മിനോട് പറയുന്നു. അപ്പോൾ ജി എമ്മും മുതലാളിയുടെ മകളായ ആദിലയും ഫ്രണ്ടായ ആര്യനും ഇവർ 4 പേരും ചേർന്നാണ് സ്റ്റാർ വിതരണം ചെയ്യേണ്ടത്, ഗസ്റ്റും ചേർന്ന്. അപ്പോൾ ഈ 4 പേരും കൂടി എടുത്ത തീരുമാനമാണ് ഷാനവാസിനോട് കോയിൻ തിരിച്ച് വാങ്ങിക്കുക എന്നുള്ളത്, സ്റ്റാർ. അങ്ങനെ സ്റ്റാർ തിരിച്ചു ചോദിച്ചപ്പോൾ കൊടുക്കാൻ തയ്യാറല്ല എന്നും ഓണറായ ബിഗ് ബോസ് പറഞ്ഞാലേ സ്റ്റാർ തിരികെ വെക്കുകയുള്ളൂ എന്നും ഷാനവാസ് പറഞ്ഞു. ഇതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിലാണ് പിന്നീട് നെവിൻ കയറി സംസാരിക്കുന്നത്. അതിനു മുമ്പ് റിയാസ് സംസാരിക്കുന്നു. നിങ്ങൾ ഇത്ര ചീപ്പായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇവിടെ എന്നുള്ള കാര്യം സംസാരിക്കുമ്പോഴാണ് പിന്നീട് നെവിനും വന്നിട്ട് എൻ്റെ മേൽ ഇങ്ങനൊരു അലിഗേഷൻ ഇദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞ് നെവിനും സംസാരിക്കുന്നു. അപ്പോൾ ഷാനവാസ് ഒരു വൃത്തികെട്ട പദം അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആ പദത്തിന് ഇനി മാപ്പ് പറയാതെ ടാസ്ക് തുടരാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് ബാക്കിയുള്ള അംഗങ്ങൾ എല്ലാവരും ഒരു ഒറ്റക്കെട്ടായി നിന്ന് പറയുന്നു. അതുപോലെ തന്നെ ഷാനവാസ് നേരത്തെ പറഞ്ഞിരുന്നു, നെവിൻ കഴിഞ്ഞ ഒരു ദിവസം ക്വിറ്റായി വെളിയിൽ പോകുന്നതിന് മുൻപാണ് ഷാനവാസിനെ നെവിൻ കയറി പിടിച്ചതെന്നുള്ള ആ ഒരു വാക്ക് പറഞ്ഞിരുന്നു. അതിനുശേഷവും വൃത്തികെട്ട രീതിയിൽ ഡബിൾ മീനിങ്ങോടുകൂടി സംസാരിച്ചിട്ടും പെരുമാറിയിട്ടും ഉണ്ടെന്ന് ഷാനവാസ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ക്വിറ്റ് ചെയ്ത് പോകുന്നതിന് മുൻപല്ല, ക്വിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നിട്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തി നെവിനിൽ നിന്നുണ്ടായതെന്നാണ് ഇപ്പോൾ ഷാനവാസ് പറയുന്നത്. അപ്പോൾ കുടുംബാംഗങ്ങൾ ചോദിക്കുന്നത്, അപ്പോൾ നെവിൻ ക്വിറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ, ഇപ്പം നീ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അഭിഷേകാണിത് പറയുന്നത്. ഇപ്പോൾ ഷാനവാസ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നെവിൻ ക്വിറ്റ് ചെയ്ത് പോയപ്പോൾ ഷാനവാസ് പറഞ്ഞിരുന്നു, എൻ്റെ ഒരു കോംബോയാണ് നഷ്ടപ്പെട്ടത്, എൻ്റെ കണ്ടൻറ്റ് നഷ്ടപ്പെട്ടു നെവിൻ പോയതിലൂടെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ ആൾ അതിന് മുൻപ് ഇങ്ങനെ ഒരു പ്രവൃത്തി, ഒരു അലിഗേഷൻ നെവിൻ്റെ പേരിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിജയിക്കില്ല. ഇപ്പോൾ ക്വിറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി നെവിനിൽ നിന്നും ഷാനവാസിനെ നേരിടേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ. നേരത്തെ മറ്റൊരു രീതിയിൽ പറഞ്ഞു, ഇപ്പോൾ അത് തിരുത്തി പറയുന്നു. അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ഇതെല്ലാം കള്ളമാണ് എന്നാണ് ഹൗസ്മേറ്റ്സ് പറയുന്നത്. അതുപോലെ ഒരാളോട് പറഞ്ഞ രീതിയിലല്ല മറ്റൊരാളോട് പറഞ്ഞിരിക്കുന്നതെന്ന് ഓരോരുത്തരും ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അനീഷ് നമ്മളുടെ ഷാനവാസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഉറ്റ സുഹൃത്തായ ഷാനവാസിന് ഒരു കുഴപ്പം നേരിട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കും. മോഹൻലാൽ സാറ് വന്നിട്ട് ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഞാൻ മറ്റൊരു രീതിയിലേക്ക് മാറൂ. ഷാനവാസ് തെറ്റാണെന്ന് ലാൽ സാർ പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് ഏറ്റവും വെറുക്കുന്ന ആൾ ഞാനായിരിക്കും, ഏറ്റവും ആദ്യം തന്നെ ഷാനവാസിനെ ഞാൻ തള്ളി പറഞ്ഞിരിക്കുമെന്ന് അനീഷ് പറയുന്നു. അങ്ങനെ അനീഷും ഷാനവാസും നെവിനും മറ്റു കുടുംബാംഗങ്ങളും ഗസ്റ്റായിട്ട് വന്ന റിയാസും എല്ലാവരും തമ്മിൽ ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെയാണ് ഇപ്പോൾ BB ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.